നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ നാളുകൾക്ക് ശേഷം പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന ശുഭസൂചനകളുമായിട്ടാണ് സൗദി എത്തിയത്. എന്നാൽ കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏവരെയും വീണ്ടും സംഘർഷത്തിലാഴ്ത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദിയിൽ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം നിലവിൽ 1087 പേരാണ് സൗദിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 9500-നും മുകളിലെത്തിയതായി അധികൃതർ. 970 പുതിയ രോഗികളും 896 രോഗമുക്തിയും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം വ്യാപനം ശക്തമാകുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ മാസം തുടക്കത്തിൽ 5500-ന് താഴെയായിരുന്ന ആക്റ്റീവ് കേസുകൾ ഉയർന്ന് 9500-ന് മുകളിലെത്തിയിരിക്കുന്നു. ദിനംപ്രതി എന്നോണം ഗുരുതരാവസ്ഥയിലെത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 1087 പേർ അത്യാസന്ന നിലയിലാണ്. പ്രായമേറിയവരും സ്ത്രീകളും കൂടുതലായി അത്യാസന്ന നിലയിലെത്തുന്നതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായി ഇന്നലെ 10-ന് മുകളിലാണ് മരണം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 പേർ കൂടി മരിച്ചതോടെ ഇതുവരെ 6834 പേർ മരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. 970 പുതിയ കേസുകളും 896 രോഗമുക്തിയും ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുൾപ്പെടെ 4,59,040 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതായും 3,89,598 പേർക്ക് രോഗം ഭേദമായതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തൊട്ടാകെയുള്ള 587 വാക്സിനേഷൻ കേന്ദ്രങ്ങളിലൂടെ 73 ലക്ഷത്തോളം വാക്സിനുകൾ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട്. അതേസമയം സൗദിയിൽ കോവിഡ് സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ താക്കീത് നൽകി. 10 ലക്ഷം റിയാൽ വരെ പിഴയോ 5 വർഷം തടവോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ കോവിഡിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും ആപ്ലിക്കേഷനുകളിലൂടെയും അഭ്യൂഹം പരത്തുക, അവർ ഷെയർ ചെയ്യുക, പരിഭ്രാന്തി പരത്തുന്ന വിവരങ്ങൾ പ്രചരിപ്പിക്കുക, നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുക തുടങ്ങിയവ ശിക്ഷാർഹമാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 1 ലക്ഷം റിയാൽ മുതൽ 10 ലക്ഷം റിയാൽ വരെ പിഴയോ 1 വർഷം മുതൽ 5 വർഷം വരെ തടവോ ശിക്ഷയുണ്ടാകും. നിയമലംഘനം ആവർത്തിക്കുകയാണെങ്കിൽ മുൻ തവണ ചുമത്തിയ ശിക്ഷ ഇരട്ടിയാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.